27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിൽ അശ്വതി നക്ഷത്രം. ഉടനടി ഫലം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടും. എല്ലാ കാര്യത്തിലും വിശ്വാസം വെച്ച് പുലർത്തും. യാത്രയിൽ നേട്ടം ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ദാനകർമ്മങ്ങൾ നടത്തും. ഉല്ലാസവാനായി കാണപ്പെടും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയം. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സുഹൃത്തുക്കൾ മുഖേന അധിക ചെലവ്. എല്ലാവരുടെയും അംഗീകാരങ്ങൾ നേടും. സഹോദര ഗുണം ഉണ്ടാകും. ഗൃഹം വാങ്ങുന്നതിനോ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ അനുകൂലമായ സമയമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. അധ്വാനശീലം കൂടുതൽ ഉള്ള സമയം. പ്രത്യേകമായ ഒരു വശ്യശക്തി ഉണ്ടാകും. എല്ലാവിധത്തിലും ഉള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. അഹംഭാവം മുന്നിട്ട് നിൽക്കും. കലാപ്രവർത്തനത്തിൽ മനസ്സുഖം കണ്ടെത്തും. ചെലവിനോടൊപ്പം വരവും വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. കുടുംബസുഖം ഉണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സൽസന്താനയോഗം കാണുന്നു. എല്ലാവരോടും സൗമ്യമായി പെരുമാറും. അനുകൂലമായ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങുവാൻ അനുകൂലമായ സമയം. സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സന്തോഷം, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾ, ശത്രുക്കളുടെ മേൽ വിജയം എന്നിവ നേടും. ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പണസംബന്ധമായി എപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പരാജയ ഭീതി ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് ദുരിതങ്ങൾ കൂടും. സ്ത്രീകൾ മൂലം അസ്വസ്ഥതകൾ വർദ്ധിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ വരാതെ നോക്കണം. കോപം നിയന്ത്രിക്കണം. കടബാധ്യതകൾ മുഖേന ദുരിതങ്ങൾ വർദ്ധിക്കും. അശുഭവാർത്തകൾ ശ്രവിക്കേണ്ടി വന്നേക്കാം. അടുത്തത് മകം നക്ഷത്രമാണ്. സഞ്ചാരപ്രിയത വർദ്ധിക്കും. സ്ത്രീകളിൽ കാണിക്കുന്ന അതിയായ താല്പര്യം മനപ്രയാസം ഉണ്ടാക്കും. അന്യർക്കു വേണ്ടി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപകടങ്ങൾ ഉണ്ടാകും. പരാശ്രയത്വം അനുഭവത്തിൽ വരും. ആത്മീയത വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ധനനഷ്ടം ഉണ്ടാകും. രോഗങ്ങൾ കൊണ്ടുള്ള ധനച്ചിലവ് ഉണ്ടാകും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരും. തസ്കര ഭയം ഉണ്ടാകും. ദാമ്പത്യ ദുരിതം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ കൂടും. സൽകീർത്തിക്ക് കോട്ടം തട്ടും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. തരം താഴ്ത്തപ്പെടൽ അനുഭവിക്കേണ്ടി വരും. അനാവശ്യമായ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. ശത്രുവർദ്ധനവ് ഉണ്ടാകും. പൊതുജന പിന്തുണ കുറയും. കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകും. ക്ഷമയില്ലായ്മയും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയേക്കാം. അടുത്തത് അത്തം നക്ഷത്രമാണ്. ദൂരയാത്രാ ക്ലേശം ഉണ്ടാകും. അമിതമായ ആത്മവിശ്വാസം ആപത്ത് വരുത്തിവെക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാകും. അശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് പിന്നീട് വിനയാകും. ധനച്ചിലവ് ഉണ്ടാകും. ദൂരയാത്രാ ക്ലേശവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം. ദാമ്പത്യ സുഖക്കുറവ് ഉണ്ടാകും. ശത്രുക്കളിൽ നിന്നും ആപത്തിന് സാധ്യത. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. കുടുംബാംഗങ്ങൾ വിപരീതമായി സംസാരിക്കും. സുഹൃത്തുക്കളുടെ കെണിയിൽ വീഴാതെ ശ്രദ്ധിക്കണം. കോടതി കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം. ദൂരയാത്രാ ക്ലേശങ്ങളും മറ്റും ഉണ്ടാകും. നിർണായക നിമിഷങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കണം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ആരോഗ്യപരമായി കരുതൽ വേണം. എല്ലാവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാവരോടും വളരെ പ്രീതികരമായ രീതിയിൽ പെരുമാറും. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന സന്തോഷം ഉണ്ടാകും. അപ്രതീക്ഷിതമായി ഭാഗ്യം കടാക്ഷിക്കും. ഭാര്യാഗുണം ഉണ്ടാകും. പുതിയ അവസരങ്ങൾ വന്നുചേരും. അനുകൂലമായ വിവാഹബന്ധം ലഭിക്കും. വിദ്യാപരമായി മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഉന്നത സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഉല്ലാസയാത്രയിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പങ്കാളിക്ക് സമ്മാനങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. ജോലിഭാരം കുറയും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ആഡംബര വസ്തുക്കൾ ശേഖരിക്കും. സ്ത്രീകൾ കാരണം ചിലവ് വർദ്ധിക്കും. ദൈവികമായ ചിന്ത ഉടലെടുക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. കുടുംബത്തിൽ വിവാഹാദി കർമ്മങ്ങൾ നടക്കും. ഉല്ലാസകരമായ അനുഭവങ്ങൾ വന്നുചേരും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുമതി ലഭിക്കും. ജോലി സ്ഥിരത ഉണ്ടാകും.
അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പുതിയ തൊഴിൽ ലഭിക്കുവാനും ശമ്പള വർധനവിനും യോഗം കാണുന്നുണ്ട്. യാത്രകൾ ഗുണകരമാവും, തടസ്സങ്ങൾ മാറും, ബിസിനസ്സിൽ നേട്ടം പ്രതീക്ഷിക്കാം. വിമർശിച്ചു കൊണ്ടിരുന്നവർ അനുകൂലമായി സംസാരിക്കും, സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടി പ്രതീക്ഷിക്കാം. സഹായത്തിനായി സമീപിക്കുന്നവരെ നിരാശപ്പെടുത്തുകയില്ല. സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. യാത്രാ ഗുണം ഉണ്ടാകും. ആപത്തുകളിൽ നിന്നും രക്ഷ ഉണ്ടാകും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് ഉന്നതി ഉണ്ടാകും. സംസ്കാര സമ്പന്നമായി പെരുമാറും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നടക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. പങ്കാളി മൂലം സുഖവും സമാധാനവും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും. അനുകൂലമായ വിവാഹ ബന്ധം വന്നുചേരും. കലഹം ഒഴിഞ്ഞു പോകും. ബുദ്ധിപരമായി കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. സുഹൃത്തുക്കൾ സഹായിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. വ്യവഹാര വിജയം ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലും സാഹചര്യങ്ങൾ സന്തോഷപ്രദമായിരിക്കും. കുടുംബത്തിൽ മാന്യത ലഭിക്കും. ആരോഗ്യം സംരക്ഷിക്കും. വിദ്യാവിജയം ഉണ്ടാകും. അടുത്തതായി ഉത്രട്ടാ നക്ഷത്രമാണ്. സുഖാനുഭവങ്ങൾ വന്നു ചേരും. ദീർഘയാത്ര മൂലം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് പ്രശസ്തിയും വിജയവും കരസ്ഥമാക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുമതിയും മറ്റും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ കീർത്തി, പദവി എന്നിവ ഒക്കെ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് മികച്ച ഒരു ദിവസമായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. പേരും പെരുമയും ഉണ്ടാകും. എന്നാൽ ചിലപ്പോഴൊക്കെ അംഗീകാരം കൈവിട്ട് പോകുന്ന അവസ്ഥയും വന്നേക്കാം. അതുപോലെ തന്നെ ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തന്നെ ബന്ധുക്കളിൽ നിന്നും മറ്റും പല രീതിയിലുള്ള എതിർപ്പുകളും അനുഭവത്തിൽ വരുന്നതായിരിക്കും. കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് നഷ്ടസാധ്യതയാണ് ഇന്ന് കാണുന്നത്. കൂടാതെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുവെ തട്ടുകേടില്ലാത്ത ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും മറ്റു ഉള്ളവരിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.